ISLൽ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം അവസാനം ഈ വിൻഡോ അടയ്ക്കുകയും ചെയ്യും. ജനുവരിയിലെ ട്രാൻസ്ഫർ വിപണിയിൽ പുതിയ താരങ്ങളെ ടീമിലെത്തിച്ച് ടീമിന്റെ മൂർച്ച കൂട്ടാനൊരുങ്ങുകയാണ് ടീമുകൾ. സാധാരണഗതിയിൽ ജനുവരിയിലെ ട്രാൻസ്ഫർ വിപണിയിൽ വലിയ നീക്കങ്ങൾ നടത്താത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിർണായക നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ. പതിവിന് വിപരീതമായി ഇത്തവണ ജനുവരിയിൽ 2 മികച്ച ട്രാൻസ്ഫറുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിലൊന്ന് വിദേശ സൈനിങ് ആവുമെന്ന് ഉറപ്പാണ്. പരിക്കേറ്റ് സീസൺ നഷ്ടമായ നായകൻ അഡ്രിയാൻ ലൂണിക്ക് പകരം ഒരു മികച്ച താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കേണ്ടതുണ്ട്. അൽവാരോ വാസ്കസിന്റെ പേര് ലൂണിക്ക് പകരമായി ഉയർന്നു വരുന്നുണ്ടെങ്കിലും ലൂണിക്ക് പകരം ഒരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അഡ്രിയാൻ ലൂണിക്ക് പകരം മികച്ചൊരു താരത്തെ തന്നെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ലൂണിയുടെ പകരക്കാരന് പുറമെ ഒരു ഇന്ത്യൻ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ ടീമിലെത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. പരിക്കേറ്റ് സീസൺ നഷ്ടമായ ഐബാന് പകരം ഒരു ഇന്ത്യൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ അത്യാവശ്യമാണ്. സന്ദീപ് സിംഗ്, പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, ഹോർമി, നവോച്ച തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ പ്രതിരോധ നിരയിൽ ഉണ്ടെങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകമായതിനാൽ പ്രതിരോധ നിരയിൽ ഒരു ബാക്കപ്പ് താരം ബ്ലാസ്റ്റേഴ്സിന് നിർബന്ധമാണ്. അതിനാൽ ജനുവരിയിൽ ഒരു ഇന്ത്യൻ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചേക്കും.